ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനീസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് കേട്ടോളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഊണ് കഴിക്കാം എന്നുള്ള സീരീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് അറിഞ്ഞത്. വരൂ നമുക്ക് കഴിക്കാം. തേങ്ങാക്കൊത്ത് കൊണ്ട് പുളി ഉണ്ടാക്കിയതും പിന്നെ നമ്മുടെ ചേന ഉപ്പേരിയും എല്ലാം കൂടിയിട്ടാണ് കഴിക്കാൻ പോണത്. ഓക്കെ, സോ ആദ്യത്തെ ബൈറ്റ് ഞാൻ ഈ പുളി ഉണ്ടാക്കിയ ചട്ടിയിൽ തന്നെ കുഴച്ചു. അതിൻ്റെ രുചി വേറെ ഒന്നിനും വരില്ല. നിങ്ങളോട് പറഞ്ഞ മാതിരി നമ്മൾ ഈ പൂജയൊക്കെ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന തേങ്ങയില്ലേ, അപ്പം അതിനെ എന്താ ചെയ്യുക? ഇതേപോലെ ചെയ്യുക. എല്ലാം അടിപൊളി ടേസ്റ്റ്. പുളിയൊക്കെ സൂപ്പറായിട്ട് തേങ്ങാക്കൊത്ത് ഇങ്ങനെ കിടന്ന് പുളിയിലേ മാക്സിമം ചട്ടി പുളി വയ്ക്കുന്നത് ചട്ടിയിൽ വെച്ചാൽ അതിൽ തന്നെ കഴിക്കാം. ഇത് പുളി മാത്രമായിട്ട് ഒഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് ഒന്ന്, തൈര് കൂട്ടി കഴിക്കുമ്പോഴോ പിന്നെയും ടേസ്റ്റ് കൂടുതലാണ്. ഞാൻ കുറച്ച് തൈര് ഒഴിക്കട്ടെ. കുറച്ചും കൂടി ചോറ് എടുക്കുള്ളൂ, അത് കൂടുതൽ എടുക്കില്ല. അപ്പോൾ അത് കുറച്ച് ചോറ്, ഒരു കയ്യിൽ ചോറ് പ്ലസ് തൈര് ഒഴിച്ചു, നമ്മുടെ ചേനുപ്പേരി ഇട്ടു, ലേശ അച്ചാറും എടുത്തിട്ടുണ്ട്. എന്നിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. കുറച്ച് പുളിയും കൂടി വയ്ക്കും, എന്നാലേ അങ്ങോട്ട് പൂർത്തിയാവുള്ളൂ. പുളിയും കൂടി വെച്ചിട്ടുണ്ട്. ശ്രീലങ്കൻ അച്ചാറാണ്, വെജിറ്റബിൾസ് ഇട്ടിട്ട്. ഇത് എവിടുന്നാണെന്ന് ചോദിച്ചു. നമ്മുടെ ലുലു ബർഷയില്ലേ, അതിൻ്റെ താഴെ തമ്പാപ്പാനി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻ്റ് ഉണ്ട്. അവരുടെ പേഴ്സണൽ പ്രോഡക്റ്റുകളുണ്ട് ഇതൊക്കെ. ഞാൻ പണ്ട് മുതലേ വാങ്ങിക്കാറുണ്ട് അച്ചാർ. അല്ലെങ്കിൽ ചേന ഉപ്പേരിയും തൈരും ചോറും ഒക്കെ എന്ത് ടേസ്റ്റ് അല്ലേ. ഇനി ചട്ടി പിടിച്ചിട്ട് വന്നിരിക്കണമെന്ന് പറയരുത്. ഞാൻ എത്രയോ പ്രാവശ്യം ചീഞ്ചട്ടിയിലും ചട്ടിയിലും കഴിച്ചിട്ടുണ്ട്.
ടാസ്കിൽ മനുവിനെ കണ്ടു. ആർക്കും കൊടുക്കാതെ വിനി മാത്രം കഴിക്കണമെന്ന് പറയണ്ട. സമയം 5:30 ഈ 5:30 ഞാൻ ഉണ്ണുന്നത്. എല്ലാവരും ഉച്ചയ്ക്കത്തെ ഊണൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. എൻ്റെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നിർത്താനുള്ള സമയത്താണ് ഞാൻ ചോറുണ്ണണം. 2 നേരേ ഞാൻ കഴിക്കാറുള്ളൂ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കത്തെ ലഞ്ചും. അതിൻ്റെ ഇടയിലും ഒന്നുമില്ല, അതിന് ശേഷവും ഒന്നുമില്ല. അപ്പോൾ 5:30 കഴിക്കുന്നത് കൊണ്ടാണ് മോൻ എന്നെ നോക്കിയത്, ഇതെന്താണ് അമ്മ റെക്കോർഡ് ചെയ്യണത് എന്നുള്ള രീതിയിൽ. അതല്ലാതെ എല്ലാവരും എല്ലാം കഴിച്ചിട്ട് തന്നെയാണ് ഞാൻ കഴിക്കുന്നത് എൻ്റെ സമയത്ത്. അവർക്കൊക്കെ ഞാൻ ഉച്ചയ്ക്ക് വിളമ്പി കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ സമയത്ത് 5:30 കഴിക്കുന്നത്. കുറച്ച് ചോറെടുത്താലും ഇതൊക്കെ വരുമ്പോൾ ജാസ്തിയായി തോന്നിക്കും. ഇപ്പം എൻ്റെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ടൈമിംഗ് മാറി. വൈകുന്നേരം 6:30 ആകുമ്പോഴേക്കും കഴിച്ചു നിർത്തും. പിന്നെ അടുത്ത ദിവസം രാവിലെ 11:30 അങ്ങനെയൊക്കെ പോകും. സൂപ്പർ. ഞാൻ കുറച്ചും കൂടി ചേനുപ്പേരി എടുക്കട്ടെ, കുറവ് വരണ്ട. ഉപ്പേരികളിൽ കുറവ് വരരുത്. എന്നും ഒരു ബൗള് പച്ചക്കറി കഴിക്കും, ഉറപ്പാ. ചട്ടി ഇങ്ങനെ പിടിച്ചിട്ടേ കഴിക്കാൻ കിട്ടുന്നത്. എല്ലാവരും ചോദിച്ചു അതിൻ്റെ താഴെ കമൻറ്റിൽ എന്നും ഇങ്ങനെ തുടച്ചുണ്ണുമെന്ന്. തുടച്ചുണ്ണു ഞാൻ. എനിക്ക് വേണ്ടതേ ഞാൻ എടുക്കുകയുള്ളൂ, തുടച്ച് കഴിക്കുകയും ചെയ്യും. അത് നമ്മൾ അന്നപൂർണേശ്വരിക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റാണ്. അന്നത്തിനെ മതിക്കണം എന്നുള്ളതാണ്. എപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്നതാ, വേസ്റ്റ് ചെയ്യരുത്. വേണ്ടാത്തത് എടുക്കണ്ട. എന്തിനാണ് വെറുതെ എടുത്ത് കളയുന്നത്? അവനവനിത് പറ്റുമെന്നുള്ളത് അറിയാതെ പറ്റണത് എടുക്കുക, പറ്റാത്തത് വേണ്ട. അമേസിങ്. പുളി, തൈര്, അതിൻ്റെ കൂടെ തേങ്ങാക്കൊത്തും, അതിൻ്റെ കൂടെ ചേന, മരണമാസ്. നോ മാനക്കേട്. നമ്മൾ എൻ്റെ ഒരു വിശ്വാസം, ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ, എൻ്റെ ജോലി എന്ന് പറയുന്നത് കുക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ പാഷനായിട്ട് കൊണ്ട് നടക്കുന്നതും എൻ്റെ പ്രൊഫഷനായിട്ടുള്ളതും ഒരു കുക്കിംഗ് ആണ്. അപ്പം അതിൽ ഞാൻ തന്നെ ആ ഒരു ഫുഡിനെ മതിക്കാതിരുന്നാൽ പിന്നെ അവിടെ പറഞ്ഞിട്ട് ഒന്നിനും കാര്യമില്ല. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അവനവൻ്റെ പ്ലേറ്റ് വൃത്തിയാക്കാൻ ആദ്യം പഠിക്കണം. അത് 4 ആൾക്കാർ ഇരിക്കണ്ടല്ലോ,
ഇത്ര ജനം കാണുന്നുണ്ടല്ലോ എന്നൊന്നും വിചാരിക്കരുത്. Respect to the food can never be a compromise. That's it. Thank you. So, വീണ്ടും ഒരു എപ്പിസോഡ് ക്ലീൻ ചട്ടിയായി, പ്ലേറ്റ് എന്ന് ഞാൻ പറയില്ല, ക്ലീൻ ചട്ടിയോട് കൂടിയിട്ട് വീണ്ടും ഒരു വരൂ ഊണ് കഴിക്കാം എന്നുള്ള സെഗ്മെൻറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇതേപോലെ ഇഷ്ടമുള്ളത് ഇങ്ങനെ ഓരോന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, നിങ്ങൾ എൻജോയ് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം പുതിയ റെസിപ്പിയുമായി, ഇല്ലെങ്കിൽ പുതിയ ഊണ് കഴിക്കലുമായി. ഓക്കെ, ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. Winnie's Kitchen.